ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എത്തിയിട്ടുള്ളത് നമ്മുടെ കുറേ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിൽ അവർ പ്രധാനമായിട്ട് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുക, പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട പ്രൊഫൈൽ ഫോട്ടോ ഈ പറയുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അതായത് പ്രൊഫൈലിലെ ഫോട്ടോ നമ്മളെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളൊരു ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ ഈ പ്രൊഫൈലിലെ ഫോട്ടോ മാറ്റാതിരുന്നാൽ അപേക്ഷകൾ നമ്മൾ അയക്കുന്ന അപേക്ഷകളൊക്കെ നിരസിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അപേക്ഷകളൊക്കെ ഈ പറയുന്ന റിജക്റ്റ് ആവുന്ന ഒരു കാരണം ഈ പറയുന്ന രീതിയിൽ ഫോട്ടോ മാറ്റാത്തതാണോ എന്നുള്ള സംശയങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ ഫോട്ടോ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട PSC ഇറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടീസ് ഉണ്ട്. അത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാം. ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് അവർ നൽകിയിട്ടുള്ള ഒരു നോട്ടീസാണിത്. ഓക്കെ, അപ്പം അതിനകത്ത് നൽകിയിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ പ്രകാരം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് 10 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രാബല്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതുതായിട്ട് PSCയിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ OTR ചെയ്യുകയാണ്. OTR ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ കാലാവധി, അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോയുടെ കാലാവധി 10 വർഷമാണ് എന്ത് ചെയ്യുന്നത്, അതിന് കാലാവധിയായിട്ടുള്ളത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ ഉദ്യോഗാർത്ഥിയുടെ പേര്, ഫോട്ടോ എടുത്തിരിക്കുന്ന തീയതി എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് മറ്റ് ഈ പറഞ്ഞ UPSCയുടെ മറ്റു പരീക്ഷകൾ പോലെ അല്ല. ഇതിനകത്ത് PS പരീക്ഷകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പ്രൊഫൈലിൽ കയറുന്ന സമയം തന്നെ നമ്മുടെ ഒരു ഫോട്ടോയും അതേപോലെ നമ്മുടെ പേരും അതേപോലെ ഫോട്ടോ ഏത് വർഷമാണ് എടുത്തത് അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വർഷമാണെന്നുള്ളത് തൊട്ട് താഴെയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നോക്കുക, ഇതൊരു വ്യക്തിയുടെ ഫോട്ടോ ആണെങ്കിൽ അതിന് താഴെയായിട്ട് ഈ പറഞ്ഞ XYZ പുള്ളിയുടെ പേര് ഇതാണ്. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ 5/4/2009 അദ്ദേഹം എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന 2020 ആകുമ്പോഴത്തേന് ഈ പറഞ്ഞ രീതി എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ മറ്റ് വിശദാംശങ്ങളാണ് പൊതുവെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കണം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, കളർ ഫോട്ടോ അവൈലബിൾ ആണ്. പിന്നെ എന്തിനാ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുന്നത് അല്ലേ? ഈ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കളർ ഫോട്ടോ തന്നെ എന്ത് ചെയ്യാൻ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന തോൾഭാഗം, കുറച്ച് തോൾഭാഗം അതേപോലെ തന്നെ മുഖം വ്യക്തമായിട്ട് പതിഞ്ഞിരിക്കണം. നമ്മുടെ തോൾഭാഗം അടങ്ങുന്ന നമ്മുടെ ഇത്രയും ഭാഗം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അവിടെ പതിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ 200 പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയും ഉള്ളതും JPG ഫോർമാറ്റിലും ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഈ പറഞ്ഞ JPG ഫോർമാറ്റിലാണ്. അതേപോലെ തന്നെ അവർ പറയാറുള്ള ഒരു വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഒരു ഫോട്ടോയ്ക്ക് ഉണ്ട്, അത് പ്രത്യേകം എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് പലരും പല ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോകൾ പൊതുവെ എടുക്കാറെന്നുള്ളതാണ്. പക്ഷെ കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ എടുക്കുകയാണെങ്കിൽ പൊതുവേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നീലയായിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെള്ളയായിരിക്കും. ഓക്കെ, അപ്പോൾ പൊതുവേ ഏറെക്കുറെ എല്ലാവരും തന്നെ ഈ പറഞ്ഞ നീല ബാക്ക്ഗ്രൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാറുള്ളത്. ഓക്കെ, പൊതുവെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ UPSCയുടെ അല്ലെങ്കിൽ പറഞ്ഞ ആർമിയായിട്ടൊക്കെ ബേസ് ചെയ്ത് വരുന്ന പരീക്ഷകൾക്കാണ് പൊതുവെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നത് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റുഡിയോയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ഫോട്ടോ എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പി പൊതുവെ നമുക്ക് ഈ പറഞ്ഞ ഇമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ എവിടെയാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അവിടെ ചെന്ന ശേഷം ഈ പറയുന്ന ഫോട്ടോ എടുത്തതിൻ്റെ കോപ്പി ചോദിച്ചാൽ അവർ തരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് മാറ്റി തരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ തല ഒരു ഭാഗത്ത്, ശരീരം ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വളരെ സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഒന്നും എടുക്കരുത്. പൊതുവേ ഈ പറയുന്ന രീതിയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു ഏകദേശം ഫോർമാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ, ഭാഗമായ തൊപ്പി, ശരീരവസ്ത്രം എന്നിവ ഒഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ചു തന്നെ ഈ പറയുന്ന മുഖത്തും ഒരു വശത്തും മാത്രം കാണിക്കുക വിധത്തിലുള്ള മുഖം വ്യക്തമല്ലാത്തതുമായ ഫോട്ടോ കൂടിയ പരീക്ഷകൾ സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് പൊതുവെ ഈ പറയുന്ന സിഖുകാരായിട്ടുള്ള ആളുകൾ മറ്റു ആളുകളൊക്കെ വരുന്ന സമയങ്ങളിലാണ് ഈ തലയിൽ തലപ്പാവ് കിട്ടുക. അപ്പോൾ അവരെയൊക്കെ പൊതുവെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. അല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊന്നും കെട്ടാതെ തന്നെ ഉള്ള ഫോട്ടോ പൊതുവെ നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവെ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ 10 വർഷക്കാലം ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ ഈ പറയുന്ന 2009 മറ്റോ ഒക്കെയാണ് ഈ പറയുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തതെങ്കിൽ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു അല്ലേ.
അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഫോട്ടോ ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അപേക്ഷകൾ നിരസിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ അത്തരത്തിൽ ഈ പറയുന്ന അപേക്ഷകൾ നിരസിക്കാറില്ല. അതേപോലെ 10 വർഷം കഴിഞ്ഞാൽ തന്നെ PSCയുടെ ഭാഗത്തു നിന്നും പുതിയ ആളുകൾക്കൊക്കെ കോൾ എന്താണ് പറയാം നമ്മളെ വിളിക്കാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോയുടെ ഒക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയം, പുതിയൊരെണ്ണം അപ്ലോഡ് ചെയ്യേണ്ട സമയമായിരിക്കും എന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ പൊതുവെ PSCയുടെ ഭാഗത്ത് നിന്ന് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പരീക്ഷകൾ പൊതുവെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാനായി എക്സാമുകൾ എഴുതാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഈ പറയുന്ന രീതിയിൽ വരുന്ന സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് ജോലിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 10 വർഷം ഈ പറയുന്ന കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കുക. ഇനി അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ വെബ്സൈറ്റ് തന്നെ ചെന്നതിന് ശേഷം, അല്ലെങ്കിൽ tulsi.in ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ 1 ടൈം സെഷൻ ചെയ്തിട്ട് നിങ്ങൾ പ്രൊഫൈലിലേക്ക് കയറുമല്ലോ. പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മൈ പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും. മൈ പ്രൊഫൈലിൽ ഏറ്റവും താഴെ നമുക്ക് ഏറ്റവും താഴോട്ട് മൈ പ്രൊഫൈലിൽ ഏറ്റവും താഴോട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അതായത് ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ആദ്യം ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഫയൽ എടുത്തതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ സ്പെസിഫിക്കേഷൻ എല്ലാം നൽകിയതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പേരും അതേപോലെ തന്നെ ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയുടെ തൊട്ട് താഴെയായിട്ട് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അല്ലാതെ പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, പൊതുവെ അപേക്ഷകളൊക്കെ സ്വീകരിക്കാറാണ് പതിവ്. പിന്നെ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ അപേക്ഷകൾ ഈ പറയുന്ന രീതിയിൽ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന PSC ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ പൊതുവെ ജില്ലാ തലങ്ങളിലൊക്കെ PSCയുടെ ഓഫീസുകൾ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെന്ന് എന്ത് ചെയ്യുക, തിരക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, കാരണം ഈ പറഞ്ഞ വരാൻ പോകുന്ന ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഒക്കെ ഈ പറയുന്ന രീതിയിൽ മെയ് മാസങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ, ഡിഗ്രി ലെവലായിട്ടോ പരീക്ഷകളായിട്ടോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ AZB അക്കാഡമിയിൽ നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചുകളിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്ലാനോട് കൂടി തന്നെ പരീക്ഷകളിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അതിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസും അതേപോലെ തന്നെ ഡിവിഷൻ സെക്ഷൻസും മോട്ടിവേഷൻ സെക്ഷൻസും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതാണ്. ഓക്കെ, അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വേണ്ടി വരുന്ന ഏറെക്കുറെ എല്ലാ റിസോഴ്സസും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും തൊട്ട് താഴെ കാണുന്ന നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. കൈ ഫോട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കഫേ ചെന്നിട്ട് ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ മതി. പറയുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടും. ഓക്കെ, തെറ്റാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസും ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോവുക. ഈ പറയുന്ന രീതിയിൽ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ 10th ലെവൽ ആയിക്കോട്ടെ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് പോവുക. അതുപോലെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ, വീണ്ടും കാണാം.